ചേട്ടാ. എങ്ങോട്ട് എങ്ങോട്ട് പോകാനായി പറയുന്നേ? അത് പിന്നെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോട്ടെ. KSRTC അതോ പ്രൈവറ്റോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ നേരെ വിട്. എന്താ വെച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. ആദ്യം പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന്, ഇപ്പൊ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ എന്ന്. എന്തെങ്കിലും ഒരു തീരുമാനം പറ വെച്ചേ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് പോണെന്ന് എനിക്കറിയില്ല. എന്റെ അനിയത്തിമാരെ തേടി ഇറങ്ങിയതാ ഞാൻ. അതിന് അവരെവിടെ പോയതാ? അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. വിഷമിക്കണ്ട, അനിയത്തിമാരെ നമുക്ക് കണ്ടുപിടിക്കാം. ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കല്ലേ. നിങ്ങളും അനിയത്തിമാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അല്ല, എന്തെങ്കിലും വഴക്കോ മറ്റോ? ഒന്നുമില്ല. അനിയത്തിമാരെ കാണാനില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നതല്ലേ നല്ലത്. അവരന്വേഷിച്ച് കണ്ടെത്തും. അതൊന്നും ശരിയാവില്ല. ചേട്ടൻ ഒരു ഉപകാരം ചെയ്യോ? എന്താ? ചേട്ടന്റെ ഫോണും തരുമോ? എന്റെ ഫോൺ കയ്യിലില്ല. എന്റെ അനിയത്തിമാരെ ഒന്ന് വിളിച്ചു നോക്കാനാ. കിട്ടുന്നുണ്ടോ? അമൃതേച്ചിയാണോ? അല്ല, ഏതോ അറിയാത്ത നമ്പർ. എന്താ വേണ്ടേ? അങ്ങോട്ടൊന്നും പറയണ്ട, എടുത്തു നോക്ക്. ഹലോ മോളെ അനക്കേ, ഇത് ചേച്ചിയാ. അയ്യോ അമൃതേച്ചി, കട്ടി കട്ടി. ഹലോ ഹലോ. ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ. ഞാൻ മറന്നുപോയതാ. നിങ്ങളുടെയൊക്കെ ഫോൺ ഓഫ് അല്ലേ? അതെ. സ്വയം ന്യായീകരിക്കാനുള്ള വിളിയായത്. നമുക്കിനി ചേച്ചിയോട് ഒന്നും സംസാരിക്കാനില്ല. അതെ, ചോദ്യം പറച്ചിലൊക്കെ പണ്ടേ കഴിഞ്ഞു. തിരിച്ചറിവുകളോടുകൂടി തന്നെയാ നമ്മൾ 4 പേരും അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്കും. ഇപ്പോഴത്തെ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? എന്തായാലും നമ്മൾ ഒഴിവായല്ലോ. കല്യാണവും കഴിഞ്ഞു. ഇനി ഡബിൾ ഗെയിം കളിച്ച് നമുക്ക് മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ആയിരിക്കും. ആ, ഉറപ്പല്ലേ? ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അമ്മയെ പോലെ കരുതി ഇത്രയും നാളും കൂടെ നിന്നവരാ നമ്മള്. ആ നമ്മളിങ്ങനെ കൈവിട്ട് കളഞ്ഞ ചേച്ചിയെ ഇനി നമുക്ക് വേണ്ട. ഇത് നമ്മൾ 4 പേരും കൂടെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാ.